വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഈ വീഡിയോ പള്ളി കമ്മിറ്റിക്കാരും അതേപോലെ മദ്രസയിലെ ഉസ്താദുമാരും പള്ളിയിലെ ഉസ്താദുമാരും ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമാണ്. അവിടെ ന്യൂ ഇയറിന് ആഘോഷിക്കാൻ വേണ്ടി പൊട്ടിച്ച പടക്കങ്ങൾ, വിശുദ്ധ ഖുർആന് കൊണ്ടുണ്ടാക്കിയ പടക്കങ്ങൾ. ഞാനിത് കണ്ടിട്ട് ഭയങ്കര അവിശ്വസനീയം തോന്നി. കാരണം അങ്ങനെയൊക്കെ പടക്കം ഉണ്ടാക്കും ആളുകൾ. പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പർ, ഈ പടക്കം ഏതുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ, വളരെ മുസ്ലിം വിഭാഗം വളരെ പവിത്രമായിട്ട് കരുതുന്ന വിശുദ്ധ ഖുർആൻ്റെ കടലാസുകൾ എടുത്തിട്ടാണ് ഈ പടക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ഗ്രൂപ്പിലാണ് ആദ്യം ഈ ഒരു ഫോട്ടോയും ഇതിൻ്റെ കുറിച്ചുള്ള ഒരു വോയിസും വന്നത്. എനിക്ക് തീർത്തും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ ഇടരുത്, ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്നൊക്കെ കരുതിയിട്ട് ഞാനിപ്പോൾ ആ കുട്ടി പാവം അത് ഡിലീറ്റ് ആക്കി. എന്തായാലും ഇതറിഞ്ഞപ്പോൾ കോളേജിൽ തന്നെ മറ്റൊരു കുട്ടി എനിക്കൊരു വീഡിയോ അയച്ചു, എൻ്റെ വീട്ടിൽ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് അവരുടെ വീട്ടിൽ അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇത് സത്യമാണ്. വെളിയങ്കോട് ഭാഗത്ത് പല സ്ഥലങ്ങളിലും ഈ കുന്നംകുളം ഭാഗത്തു നിന്നാണ് ഈ പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. അവർക്കിത് പടക്കം നിർമ്മിക്കുന്നവർക്ക് എന്തോ ഒരു അറബി എഴുത്ത്, അറബി പുസ്തകമാവാം, അല്ലെങ്കിൽ സ്കൂളിലെ പാഠബുക്കാവാം എന്നല്ലേ അപ്പോൾ അവർ കരുതുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആന് എന്താ പറയുക, പഴകിയതോ അല്ലെങ്കിൽ ദ്രവിച്ചതോ നമ്മൾ ഉപയോഗിക്കാത്തതോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഉമ്മമാരോ അല്ലെങ്കിൽ അറിയാതെ ന്യൂജൻ ഉമ്മമാരാണ് ചെയ്യുക. അവർ ഈ പഴയ സാധനങ്ങൾ, ബുക്കും കടലാസൊക്കെ വാങ്ങാൻ വരുന്നവരുണ്ടല്ലോ, അവർ കയ്യിലങ്ങോട്ട് കൊടുത്തിട്ട് കാശ് വാങ്ങും. പഴയ ഉമ്മമാർക്കറിയാം കൃത്യമായിട്ട് ഇത്തരം ഖുർആൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഉസ്താദുമാരെ നിങ്ങൾ പരമാവധി കുട്ടികൾ വഴിയും അതേപോലെ പേരൻസ് മീറ്റിങ്ങിലൊക്കെ വീട്ടിലുള്ള ഇത്രയും ദ്രവിച്ച ഖുർആനുകൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ഖുർആനിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പടക്കം നിർമ്മിച്ചിട്ട് ഈ നിർമ്മിച്ച ഭാഗങ്ങളിലൊക്കെ അദാബുൻ അലീം, നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഈ ഭാഗത്തുള്ളത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പാവം അത് കിട്ടിയ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിലൊരു കുട്ടി അത് എന്ത് ചെയ്തിരിക്കണം, അത് പൊട്ടിക്കാതെ എടുത്ത് മാറ്റി വെച്ചു. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റി. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ മുമ്പ് യൂസ് ചെയ്തിട്ട് കുട്ടികൾ ഉപയോഗിച്ച ഖുർആനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാതെ കേട് വന്നതുണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, ആ ഖുർആനുകളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ചാരം ഒഴുകുന്ന പുഴയിലോ വെള്ളത്തിലോ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ, അതിന് മാത്രമുള്ള ചാരമൊന്നും ഉണ്ടാവില്ലല്ലോ, അതങ്ങനെ കിടന്ന് പൊക്കോളും. എന്നാലും ആ ഖുർആൻ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പുഴയിലിടരുത്. ചില ആളുകൾ പറയുന്നുണ്ട് ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അത് വീട്ടിലെ കിണറ്റിലിടാം. അതിനേക്കാളും നല്ലത് അത് കത്തിച്ച് കളഞ്ഞിട്ടിടാൻ. എന്തായാലും നമ്മൾ ഈ പേപ്പർ വിൽക്കുന്നവർക്ക് എന്ത് ചെയ്യരുത്, വിശുദ്ധ ഖുർആനെ വിൽക്കരുത്. പലപ്പോഴും മദ്രസയിലും അതേപോലെ സ്കൂളിലൊക്കെ CBSE ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ MS-ൻ്റെ ഭാഗമായിട്ട് ഖുർആൻ ഉണ്ടാവലുണ്ട്. അതൊക്കെ കുട്ടികൾ ഉപയോഗിച്ച് വലിച്ച് കീറിയൊക്കെ കേടാന്നിട്ടുണ്ടാവും. നമുക്ക് യൂസ് ചെയ്യാനും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഖുർആനും ഉണ്ടാവും. അപ്പോൾ ഈ കേട് വന്ന ഖുർആൻ നമ്മൾ അതിനെ വീണ്ടും ചെയ്യേണ്ടുന്നൊരു കാര്യം, പരമാവധി വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് പരിശുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് തൊടാൻ വുളൂ വേണം. നമുക്ക് ഖുർആൻ ഓതാനേ വുളു വേണ്ടാത്തതുള്ളൂ. നമുക്കൊരു മുസ്ഹഫ് തൊടാനെന്ത് വേണം? വുളു വേണം. അപ്പോൾ ഇതിങ്ങനെ കത്തിക്കാൻ പാടുന്നു വെച്ചാൽ അതിനും തെളിവുകളുണ്ട്. ഉമർ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഖുർആൻ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. ഇതൊരു പക്ഷേ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നീട് അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു രണ്ടാം ക്രോഡീകരണം നടക്കുന്നുണ്ട്. ഈ രണ്ടാം ക്രോഡീകരണ സമയത്ത് എന്താ ചെയ്തത്, ഈ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഫസ്റ്റ് ഖുർആൻ കോപ്പിയിൽ നിന്നാണ് 7 ഭാഗങ്ങളിലേക്ക് 7 ഖുർആൻ്റെ കോപ്പി ഉണ്ടാക്കുകയും മറ്റാളുകൾ ഉണ്ടാക്കിയെടുത്ത ഖുർആൻ കോപ്പികളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് മുഴുവനും കത്തിച്ച് കളഞ്ഞിട്ട് ആ ഒരു ചാരം വെള്ളത്തിലും മറ്റും ഒഴുക്കിയിട്ടാണ് അന്ന് അതിനെ പരിഹരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം രീതികൾക്ക് മഹാന്മാർ ചെയ്ത, ഉസ്മാൻ റളിയല്ലാഹു ചെയ്ത രീതി തന്നെയാണ് നമ്മളും തുടരേണ്ടത്. അപ്പോൾ ഇത്തരം ഖുർആനുകളെ ഒരിക്കലും നമ്മൾ അത് ഞാൻ ഓതാത്ത ഖുർആനല്ലേ, അതവിടെ കിടന്നോട്ടെ എന്നല്ല കരുതേണ്ടത്. നമ്മളത് യൂസ് ചെയ്യണില്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് രക്ഷിക്കുക. ഇതുപോലെ പടക്കമായിട്ട് ന്യൂ ഇയറിനെ ആഘോഷിക്കാൻ അത് ആരുടെ കയ്യിലൊക്കെ അത് കിട്ടുക, അതിനെ നമ്മൾ ചളിയിൽ ഇപ്പോൾ ഈ പടക്കം പൊട്ടിക്കഴിഞ്ഞ് ഈ വെറും ഒരു പേപ്പറിൻ്റെ അവശിഷ്ടമായിട്ട് വല്ല മൂത്രത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ കിടക്കണത് കാണുമ്പോൾ തകർന്നു പോകും നമ്മുടെ നെഞ്ച്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഉമ്മമാർ ചെയ്യേണ്ടത്. ഉസ്താദുമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ മക്കളോട് പറഞ്ഞെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത, പണ്ട് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഖുർആനുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഉസ്താദിന് അതിങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം ഞായറാഴ്ച അവർക്കൊരു വർക്കിംഗ് പീരീഡ് കൊടുക്കുക.
നമ്മൾ ഈ കമ്മ്യൂണിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അത്തരം ഖുർആനുകൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ കളക്ട് ചെയ്യിപ്പിച്ചിട്ട് കത്തിച്ചിട്ട് ഒരാൾക്കോ അതിന് മാത്രം ചാരമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉസ്താദുമാർക്കോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ ഏർപ്പെടുത്തിയ ഒരാൾക്കോ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെയുള്ള പുഴകളുണ്ടെങ്കിൽ ആ പുഴകളിൽ കൊണ്ട് ഡംപ് ചെയ്യുക. ഇത് കുട്ടികൾക്ക് അതൊരു സോഷ്യൽ വർക്ക് കൂടി. അങ്ങനെ എല്ലാവരും കൂടി ഇത്തരം ഖുർആനുകൾ കൊണ്ടിരുന്നു, അത് കൊണ്ടുവന്ന് കത്തിക്കുമ്പോൾ ആ മക്കളുടെ ഉള്ളിൽ ആ പാഠം ഉണ്ടാവും. പിന്നെ ആ മക്കൾ ഏത് പ്രായത്തിലെത്തുമ്പോഴും അവനവൻ്റെയോടെ ഇങ്ങനെ ഖുർആൻ ഉണ്ടാകുമ്പോൾ അത് കത്തിച്ചിട്ട് ഈ രൂപത്തിലാണ് നിക്ഷേപിക്കേണ്ടത് മനസ്സിലാവും. എന്തായാലും ചില ആളുകൾ പറയുന്നുണ്ട് ഈ ചാരം കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാലും മതി, ആയിക്കോട്ടെ അത് മതി. ഇനി പുഴയില്ലാത്തൊരു നാട്ടിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ പഠിച്ചോനെ ഞങ്ങളുടെ വീട്ടിൽ പുഴയില്ലല്ലോ, നാട്ടിൽ പുഴയില്ലല്ലോ, കിലോമീറ്ററുകളോളം പോകണമല്ലോ, വേണ്ട നിങ്ങളിങ്ങനെ കുഴിച്ചിട്ടോളൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. കൂട്ടത്തിൽ എന്തായാലും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതിന് മുൻപ് ഈ വിഷയം നേരത്തെ അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ വിഷയം താഴെ കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പാട്ടുണ്ട്. ഒരു സഖാഫിമാരായ ആളുകൾ ഉസ്താദുമാർ റുഷ്ദമോൾ ഒരു സമദ് ഉസ്താദിൻ്റെ കല്യാണം, ആ കല്യാണത്തിന് ഭാര്യ റുഷ്ദമോളെ കുറിച്ച് പാട്ട് പാടിയത് ഭയങ്കര എയറിലായി അല്ലെങ്കിൽ വൈറലായി. ഈ ഉസ്താദുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ വീഡിയോകൾ, ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത് വൈറലാവണ സമയത്ത് തന്നെ ഞാനത് കണ്ടു. ഒരുപാട് പേര് എനിക്ക് തന്നെ അയച്ചു നിൽക്കുന്നത് കണ്ട മോശമാണ്, ഉസ്താദുമാർ എന്തൊക്കെയാണ് ഈ ചെയ്യണം, തലപ്പാവും കെട്ടിയിട്ട് അശ്ലീലാണ് പാടുന്നത്, റുഷ്ദമോൾക്ക് കാണാത്ത കാഴ്ചകൾ സമദ് ഉസ്താദ് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടൊക്കെ വരികളുണ്ട്. എന്നിട്ട് ബുർദാന്ന് പേരിലെ കണ്ടിലെ കാട്ടിക്കൂട്ടാൻ നിൽക്കണം. എനിക്ക് ഈ വീഡിയോ കണ്ട് ആ ഉസ്താദുമാരോട് എനിക്ക് സഹതാപമാണ് തോന്നി. പാവം, അവരവരുടെ പ്രിയപ്പെട്ട ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഈണും കൊടുത്ത് ചെല്ലിയതാണ്. അതിനൊരു കാൽപ്പനികത ഇല്ലെങ്കിൽ നമുക്കവരെ പറയാം. പക്ഷേ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ആ വിവാഹം കഴിച്ച റുഷ്ദ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഉസ്താദുമാരായ ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരല്പം പക്വതയോടുകൂടി കാണിച്ചിരുന്നെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ വൈറലാവില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് എന്താണ് പാടിയാൽ എന്താ പ്രശ്നം? ഉസ്താദുമാരാരും സഖാഫിമാരാരും അല്ലെങ്കിൽ അഹ്സനിമാരാരും ഫൈസിമാരാരും അവർ പഠിക്കുന്നവർന്ന് പാട്ടുണ്ടാക്കാനല്ലല്ലോ പഠിക്കണത്. അവരവരുടെ കാര്യം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അവരൊരു പാട്ടുണ്ടാക്കി അവർ പാടി. പാട്ടിൻ്റെ ഭംഗിയില്ല, പാട്ടിന് വരികൾ ശരിയല്ല, ഓക്കെ പറഞ്ഞോളൂ. ഇതിൻ്റെ പേരിൽ ആ ഉസ്താദുമാരെ അധിക്ഷേപിക്കുന്നതെന്നും അതൊക്കെ വളരെ കടന്ന കൈയാണ്. ഒന്നും ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ട്രോമ ഒരാൾ പറയാണ്, അയാൾ ഈ ഉസ്താദ് വിളിച്ചത്ര ഈ ഒരു പെൺകുട്ടിയുടെ ഈ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അമ്മോശം വാപ്പാക്ക് മരുമകൻ, അതായത് കല്യാണം കഴിച്ച ഉസ്താദിൻ്റെ വാപ്പാക്ക് വിളിച്ചു. വളരെയധികം വിഷമത്തിൽ പാനിക്കിലാണവർ. കാരണം എല്ലാ ഉസ്താദുമാരും ഇതന്നെ, ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് പറയാത്ത വയലുകളില്ല, സംസാരങ്ങളില്ല. അതിന് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അവരിഷ്ടപ്പെട്ട പാട്ട് പാടി. നിങ്ങൾ കുറേ മാപ്പിളപ്പാട്ട്, നമ്മൾ വളരെ സമ്പന്നമാണെന്ന് കരുതുന്ന പല മാപ്പിളപ്പാട്ടുകളുടെ വരികളിലും അശ്ലീലമെന്ന് തോന്നിക്കുന്ന ഇത്തരം വരികൾ കാണാം. വെളിയങ്കോട് ഉമർഖാദിയുടെ കവിതയിലുണ്ട്, ഞാൻ ആ വാക്ക് ഞാൻ പറയണില്ല, ദക്കർ ഫർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ അതിലുണ്ട്. പ്രത്യക്ഷത്തിൽ അത് വളരെ അശ്ലീലമാണെന്ന് തോന്നുമെങ്കിലും അതിന് പല മീനിങ്ങുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ നാളെ വെളിയങ്കോട് ഉമർഖാദി മോശക്കാരനാണെന്ന് പറയോ? ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ്. വെളിയങ്കോട് ഉമർഖാദിയുടെ അപ്പോൾ അതിന് വേറെ മീനിങ് ഉണ്ട്. അപ്പോൾ കാണാത്ത കാഴ്ചകൾ സമദ് ഉസ്താദ് കാണിച്ചു കൊടുക്കും പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ അശ്ലീലത കാണുന്നത്? വിവാഹം കഴിഞ്ഞ ഒരാളുടെ ലൈഫിൽ കാണാത്ത അനുഭവങ്ങളും കാഴ്ചകളും തന്നെയല്ലേ ഉള്ളത്. അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടെ? അപ്പോൾ എന്തായാലും ആ ഉസ്താദുമാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അപ്പോൾ പലരും എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനൊരു മറുപടി നിങ്ങളും ഇവരെ ഒന്ന് കുറ്റം പറയുന്നുണ്ട്. എന്തായാലും ആ ഉസ്താദുമാർ ഞാൻ കുറ്റം പറയാൻ ആളില്ല. അവർക്ക് അത്രയെങ്കിലും പാടാൻ കഴിഞ്ഞല്ലോ. സന്തോഷം, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ. ആ ഉസ്താദുമാരെ ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ ഉസ്താദുമാർക്കൊരു എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പറയണം. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് നിങ്ങൾ അഭിനന്ദിക്കാമായിരുന്നു. ആ പാവ ഉസ്താദുമാർ അവരൊരു സന്തോഷം പങ്കിട്ടേന്. അവരാ ജനമധ്യത്തിൽ അവഹേളിച്ചവരല്ലേ കുറ്റക്കാർ? അവഹേളിക്കുന്ന ആളുകളല്ലേ? ഞാൻ ചെറിയൊരു ചരിത്രം പറയാം. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എന്നാലും പറയാം. ഹബീബായ നബി മദീനയിലേക്ക് മാറിയപ്പോൾ ഹിജറ വന്നപ്പോൾ അവിടെ ഒരു കല്യാണം വന്നു. ആ കല്യാണത്തിൽ നബി പങ്കെടുക്കണം. അപ്പോൾ ആ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു പാട്ട് നടക്കുന്നുണ്ട്. ആ പാട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു അശ്ലീലത നിറഞ്ഞ വരികളാണ്. ഒരു വധുവിനെയും വരവിനെയും മണിയറയൊക്കെ വർണ്ണിക്കുന്ന വരികളാണ്. ഹബീബായ നബി ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവരാ പാട്ട് നിർത്തി.
നബി വരുമ്പോൾ നബിയുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തൊന്ന് പാടാൻ ഒരു ബുദ്ധിമുട്ട്. അത് ആ നാട്ടിലെ ഒരു പാട്ടാണ്. ആ നാട്ടിലെ ആളുകൾ ഇങ്ങനെ കല്യാണങ്ങൾക്ക് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ പാട്ട് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. നബി വന്നപ്പോൾ ഇവർ നബിയെക്കുറിച്ച് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ നബി പറഞ്ഞു, അത് നിർത്തും നിങ്ങൾ നേരത്തെ പാടിയ പാട്ട് പാടാൻ പറഞ്ഞു. അതിനാ പാട്ടായിട്ട് കാണാൻ ഹബീബ നബി കഴിയുമായിരുന്നു. നമ്മുടെ ആളുകൾക്ക് അതാണ് കഴിയാത്തത്. എന്തായാലും ഈ ഉസ്താദുമാരെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.